എവ്രിവൺ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അനുമ മിസ്സാണ് കേട്ടോ ഇന്ന് നിങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പൊ ഇതാ മക്കളെ, വെക്കേഷനൊക്കെ എല്ലാവരും നല്ല എൻജോയ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ 4ാം ക്ലാസ്സിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം അല്ലെ, നിങ്ങളുടെ LP ക്ലാസ്സിലെ അവസാനത്തെ വർഷമാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെയായിരിക്കും അല്ലെ LP ക്ലാസ്സിലെ സീനിയേഴ്സ്. അപ്പൊ കുറച്ചധികം കാര്യങ്ങൾ അല്ലെ നമുക്ക് ഈ വർഷം പഠിക്കാനുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് ഇനി ഒരു വലിയൊരു എക്സാം മുന്നിലേക്ക് വരുന്നുണ്ട് അല്ലേ. അതായത് കേരളത്തിലെ എല്ലാ 4ാം ക്ലാസ്സുകാരും ഒരുമിച്ച് എഴുതാൻ പോകുന്ന LSS എക്സാം അടക്കം ഒരുപാട് പരീക്ഷകൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഠനം നമുക്ക് എന്ത് ചെയ്യണം, ഒരല്പം കൂടി അല്ലെ മെച്ചപ്പെടുത്തേണ്ടതുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ടീച്ചർ നിങ്ങൾക്ക് ഇന്നൊരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഇവിടെയൊക്കെ നിങ്ങൾ കുറച്ച് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും പഠിക്കാൻ നല്ല രസകരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ടാട്ടോ ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ ടീച്ചർ എല്ലാവരോടും ചോദിക്കട്ടെ, നമ്മളൊക്കെ എവിടെയാ താമസിക്കുന്നത്? ഇതാണ് ടീച്ചറുടെ ആദ്യത്തെ ചോദ്യം. അപ്പൊ നിങ്ങളൊന്ന് പറഞ്ഞേ, നമ്മളൊക്കെ എവിടെയാ താമസിക്കുന്നേ? അപ്പൊ എല്ലാ മക്കളുടെയും ഉത്തരം എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ വീടുകളിലാണ് താമസിക്കുന്നത് എന്നായിരിക്കും അല്ലെ. അപ്പൊ പിടിച്ചോ ടീച്ചറുടെ അടുത്ത ചോദ്യം, ഈ വീടുകളൊക്കെ എവിടെയാ ഇരിക്കുന്നേ? അപ്പൊ ചില ബിരുദന്മാര് പറയും അല്ലെ, നമ്മളെല്ലാവരും ഇന്ത്യയിലാണ് ഉള്ളത് എന്നല്ലേ. ചില ആളുകൾ പറയും അല്ലെ, നമ്മളൊക്കെ എന്താണ് കേരളത്തിലാണ് ഉള്ളത് അല്ലെ. അപ്പൊ ടീച്ചറുടെ ചോദ്യം വീണ്ടും വന്നിരിക്കുകയാണ്. ഇന്ത്യയും കേരളവും ഇനിയിപ്പൊ അമേരിക്കയും ഒക്കെ എല്ലാവരും എവിടെയാണ് വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉത്തരമായിരിക്കും പറയുക? അപ്പോ ആ ചോദ്യത്തിനുള്ള ഉത്തരാണ് നിങ്ങളിപ്പൊ കാണുന്നത് അല്ലെ. ഏതാണ് നമ്മുടെ എല്ലാവരുടെയും വാസസ്ഥലം? ഭൂമിയാണല്ലേ, ഏർത്താണ്. ഏർത്തിന്റെ ഒരു ചിത്രമാണ് നിങ്ങൾ എല്ലാവരും കാണുന്നത്. അപ്പൊ സാധാരണയായിട്ട് അല്ലെ പണ്ടുള്ള ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നത് എന്തായിരുന്നു? ഭൂമിയുടെ ആകൃതി എന്ന് പറയുന്നത് അല്ലെ, ഭൂമിയുടെ ഷേപ്പ് എന്താണ്, പരന്ന് കിടക്കുന്നതായിരുന്നു എന്നായിരുന്നു അല്ലെ അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ നമുക്കറിയാം അല്ലെ, ഇപ്പൊ നമുക്ക് ഒരുപാട് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം ഭൂമി ഇങ്ങനെ ഉരുണ്ട് കിടക്കുകയാണ് അല്ലെ. ഇങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജിയോയിഡ് ആകൃതി അല്ലെ, ജിയോയിഡ് ആകൃതിയിലാണ്. അതായത് ഈ ഉരുണ്ട് സ്പെറിക്കൽ ആയിട്ടുള്ള ആകൃതിയാണ് നമ്മൾ ജിയോയിഡ് ആകൃതി എന്ന് പറയുന്നത്. അപ്പൊ അതായത് നോക്കിക്കേ, ഇപ്പൊ ഭൂമിയാണ് അല്ലേ നിങ്ങൾ ഇവിടെ കാണുന്നത്. എന്താണ് ഭൂമിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത? നമുക്കൊക്കെ ഒന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇതുവരെയുള്ള കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ച്, എന്തുകൊണ്ടാ മിസ് ഇതുവരെയുള്ള കണ്ടുപിടുത്തങ്ങൾ അനുസരിച്ച് എന്ന് പറഞ്ഞത്? നമ്മളെ കാണുന്നതിലും എത്രയോ വലുതാണല്ലേ ഈ ഒരു ലോകം എന്ന് പറയുന്നത്. നമുക്കാകെ ഭൂമിയെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം, അതേപോലെ തന്നെ കുറച്ച് ഗ്രഹങ്ങളെ കുറിച്ചുള്ള വിവരം അറിയാം അല്ലെ. പക്ഷെ നമ്മുടെ കണ്ണെത്താത്ത ദൂരത്ത് ഒരുപാട് ഗ്രഹങ്ങളും ആകാശഗോളങ്ങളും ഒക്കെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ ഉള്ളതനുസരിച്ചല്ലേ ഭൂമിയിൽ മാത്രമാണ് ജീവനല്ലേ, ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാലോ അല്ലെ. അപ്പൊ ജീവനുള്ള ഒരേ ഒരു ഗ്രഹമാണ് നമ്മുടെ ഭൂമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണല്ലേ നമ്മൾ എപ്പോഴും പറയുന്നത് ഭൂമിയെ നമ്മൾ എന്ത് ചെയ്യണം, സംരക്ഷിക്കേണ്ടതുണ്ട് അല്ലെ. യെസ്, അതൊക്കെ നിങ്ങൾക്ക് കുഞ്ഞു ക്ലാസ് മുതലേ അറിയാം. ഓക്കെ, എങ്കിൽ ടീച്ചർ ചോദിക്കട്ടെ, ഈ ഭൂമിയുടെ നിറം നിങ്ങൾക്ക് ഏതായിട്ടാ തോന്നുന്നത്? ചിത്രത്തിൽ കുറച്ചധികം നിറങ്ങൾ നിങ്ങൾ കാണുന്നുണ്ട് അല്ലെ. പക്ഷെ എന്നാലും ഏറ്റവും കൂടുതലുള്ള നിറം ഏതാണെന്നൊന്ന് പറഞ്ഞേ. ഏതാണ്? നീല നിറമാണല്ലേ. എന്തുകൊണ്ടാണ് നമ്മുടെ ഭൂമി അല്ലെ ഇങ്ങനെ ആകാശത്തു നിന്നൊക്കെ നോക്കുന്ന സമയത്ത് നീല നിറത്തിൽ നമ്മൾ കാണുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം ടീച്ചർ പറഞ്ഞു തരട്ടെ. ഭൂമിയിൽ കരഭാഗവും ഉണ്ട്, അതുപോലെ തന്നെ സമുദ്രഭാഗങ്ങളും ഉണ്ട് അല്ലെ. ഭൂമിയുടെ വലുപ്പം അനുസരിച്ച് നോക്കിക്കഴിഞ്ഞാൽ കരഭാഗത്തേക്കാൾ ഒരുപാട് വലുതാണ് സമുദ്രഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് നമ്മളല്ലേ സമുദ്രത്തിന്റെ നമുക്ക് നീല നിറമായിട്ടല്ലേ തോന്നുന്നത്. അതുകൊണ്ടാണ് ഭൂമിയെ നമ്മൾ നോക്കുന്ന സമയത്ത് നീല നിറത്തിൽ നമ്മൾ കാണുന്നത് അല്ലെ. യെസ്, ക്ലിയർ അല്ലേ എല്ലാവർക്കും? യെസ്. അപ്പൊ നമ്മൾ ഭൂമിയുടെ കാര്യം പറഞ്ഞു അല്ലെ. ഭൂമിയെ പോലെ തന്നെ മറ്റ് കുറേ ആകാശഗോളങ്ങൾ ഉണ്ടല്ലോ അല്ലെ. അപ്പൊ ടീച്ചർ പറഞ്ഞ ശ്രദ്ധിക്കണേ, ഭൂമിയെ പോലുള്ള ആകാശഗോളങ്ങൾ എന്നാണ് മിസ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഭൂമി ഏത് തരത്തിൽപ്പെട്ട ആകാശഗോളമാണ്?
നക്ഷത്രമാണോ? ഇനി അതല്ല ഒരു ഗ്രഹമാണോ? ഇനി അതല്ല ഒരു കുള്ളൻ ഗ്രഹമാണോ? നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ ഭൂമി എന്താണ്? ഭൂമി എന്ന് പറയുന്നത് നമ്മുടെ വാസസ്ഥലം എന്താണ്? എല്ലാരും ഉറക്കെ പറഞ്ഞ് ഭൂമി എന്ന് പറയുന്നത് അല്ലെ ഒരു ഗ്രഹം അഥവാ പ്ലാനറ്റ് ആണ് അല്ലെ. നമ്മൾ ഇത് പഠിച്ചിട്ടുണ്ട്, നമുക്ക് എന്നാലും ഒന്നുകൂടി ഒന്ന് ഓർത്ത് വെക്കാം അല്ലെ. ഭൂമി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗ്രഹം അഥവാ പ്ലാനറ്റ് ആണ്. നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ ഒരുപാട് നക്ഷത്രങ്ങൾ കാണാറില്ലേ രാത്രി സമയങ്ങളിൽ? അതൊക്കെ എന്താണ് ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നത്? അതൊക്കെ നക്ഷത്രങ്ങളാണ്. അപ്പൊ പകൽ സമയത്ത് കാണുന്ന ഒരു നക്ഷത്രത്തെ നിങ്ങൾക്കറിയാമോ? പകൽ സമയത്ത് നമ്മൾ എല്ലാവരും കാണുന്ന നക്ഷത്രം ഏതാണ്? അതാണ് കേട്ടോ സൂര്യൻ അല്ലെ, സൺ എന്ന് പറയുന്നത്. അപ്പൊ സൺ എന്താണ്? സൺ ഈസ് എ സ്റ്റാർ. സൺ എന്താണ്? ഒരു നക്ഷത്രമാണ്. പക്ഷെ ഭൂമി എന്താണ്? ഭൂമി ഒരു പ്ലാനറ്റ് ആണ് അല്ലെ. സൺ എന്ന് പറയുന്ന ആൾ എന്താണ്? സ്റ്റാർ ആണ്. പക്ഷെ ബാക്കിയുള്ള ആളുകളൊക്കെ എന്താണ്? അത് പ്ലാനറ്റ് ആണ് എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. അപ്പൊ പ്ലാനറ്റ് എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ പറഞ്ഞ പ്ലാനറ്റ്സ് എവിടെയാണുള്ളത് എന്ന് നമുക്ക് നോക്കണ്ടേ? സൗരയൂഥം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എന്താ ഈ സൗരയൂഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സൂര്യനെ ചുറ്റി സഞ്ചരിക്കുന്ന ഒരുപാട് ഗ്രഹങ്ങളും നിറഞ്ഞതാണ് സൗരയൂഥം എന്ന് പറയുന്നത്. നോക്കിക്കേ, ഈ ചിത്രം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇതാണ് സൗരയൂഥം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലേ, സൂര്യനാണ് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് കാരണം. നമുക്കൊക്കെ സൂര്യപ്രകാശം കിട്ടുന്നതുകൊണ്ടല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുന്നേ. അപ്പൊ അതുപോലെ സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമി ഇങ്ങനെ ചുറ്റുന്നുണ്ട്. അപ്പൊ സൂര്യനെ ഭൂമി ചുറ്റുന്നത് പോലെ മറ്റ് ഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്? സൂര്യനെ ചുറ്റുന്നുണ്ട്. അപ്പൊ ഇവരെല്ലാവരും അടങ്ങിയിരിക്കുന്നതിനെയാണ് നമ്മൾ സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം. അപ്പൊ സോളാർ സിസ്റ്റത്തിൽ ഒരുപാട് ഗ്രഹങ്ങൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാലേ. അപ്പൊ നമുക്ക് സോളാർ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെട്ടാലോ? അപ്പൊ സൗരയൂഥം സോളാർ സിസ്റ്റത്തിൽ എത്ര ഗ്രഹങ്ങളാണുള്ളതെന്ന് നമുക്ക് ആദ്യം പഠിക്കാം അല്ലെ. സൗരയൂഥത്തിൽ 8 ഗ്രഹങ്ങളാണുള്ളത്. എത്ര ഗ്രഹങ്ങളാണ് മക്കളെ? 8 പ്ലാനറ്റ്സ് അല്ലെ. 8 പ്ലാനറ്റ്സ് ആണുള്ളത്. ഇതിൽ ഏറ്റവും സൂര്യനോട് അടുത്ത് കിടക്കുന്ന ആളാണ് ബുധൻ അഥവാ നമുക്ക് എന്ത് പറയാം? മെർക്കുറി എന്ന് പറയാം അല്ലെ. പിന്നീട് ശുക്രനുണ്ട്, ഭൂമിയുണ്ട്, ചൊവ്വയുണ്ട്, വ്യാഴമുണ്ട്, ശനിയുണ്ട്, യുറാനസ് ഉണ്ട്, നെപ്റ്റ്യൂൺ ഉണ്ട്. അപ്പൊ ഏതൊക്കെയാണ് 8 എണ്ണം നോക്കണേ നിങ്ങൾ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതാണ് ആ 8 എണ്ണം. താഴെ നിങ്ങൾ കുറച്ച് ആളുകളുടെ പേര് കാണുന്നില്ലേ? അവരാണ് കുള്ളൻ ഗ്രഹങ്ങൾ. കുള്ളൻ ഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രഹത്തിനെ പോലത്തെ അത്ര പ്രത്യേകതകളില്ല, പക്ഷെ ഗ്രഹത്തിനെ പോലെ അവരെക്കാളും ചെറുതാണ്. അതിനെയാണ് നമ്മൾ കുള്ളൻ ഗ്രഹം എന്ന് വിളിക്കുന്നത് അല്ലെ. അപ്പൊ പ്ലൂട്ടോ എന്താണ്? ഒരു കുള്ളൻ ഗ്രഹമാണ് എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ക്ലിയർ ആണോ? അപ്പൊ ഹൗ മെനി പ്ലാനറ്റ്സ് ആർ ദേർ ഇൻ സോളാർ സിസ്റ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെർക്കുറി, ശുക്രനാണ് നമ്മുടെ വീനസ്, പിന്നെ ഭൂമി എർത്ത് ഉണ്ട്, മാസ് ചൊവ്വയുണ്ട്, ജുപ്പിറ്റർ അല്ലെ വ്യാഴമുണ്ട്, ശനിക്ക് എന്താ പേര്? സാറ്റേൺ എന്നാണ്, യുറാനസ് ഉണ്ട്, നെപ്റ്റ്യൂൺ ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ സൗരയൂഥം സോളാർ സിസ്റ്റത്തിലെ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവരുടെ ഒരുപാട് വിശേഷങ്ങളൊക്കെ നമുക്ക് അറിയാനുണ്ട് അല്ലേ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് മിസ് അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആകാശത്തെക്കുറിച്ചും ഒക്കെ അറിയാൻ താല്പര്യമുള്ള മക്കള് ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ ടാറ്റാ.